ഗൾഫ് മേഖലയിൽ നിന്നും ഇത്തവണ സംസ്ഥാന കായികമേളയ്ക്ക് 35 കുട്ടികൾ. ചരിത്രത്തിൽ ആദ്യമായാണ് ഗൾഫ് മേഖലയിൽ നിന്ന് ഇത്തവണ പെൺകുട്ടികൾ മത്സരിക്കും. ഉറച്ച വിജയപ്രതീക്ഷയിലാണ് താരങ്ങളും അധ്യാപകരും. സംസ്ഥാന സ്കൂൾ കായികമേള അതിന്റെ 67ാമത്തെ അധ്യായത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും UAE കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ അവർ ഇത്തവണയും കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് സ്വീകരണം നൽകുന്നു. ഇപ്പോൾ നമ്മൾ ഇവർക്ക് സ്വീകരണം നൽകുന്ന ചടങ്ങിനൊപ്പം തന്നെ ഇത്തവണ ആദ്യമായി 12 പെൺകുട്ടികൾ. കഴിഞ്ഞ തവണ ആൺകുട്ടികൾ മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത്. ഇത്തവണ 12 പെൺകുട്ടികൾ കൂടി എത്തുന്നു. ഏതായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ NSK ഉമേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, കഴിഞ്ഞ തവണ ആദ്യമായിട്ട് ഇവർക്ക് ഇത്തരത്തിലൊരു അവസരം ഗൾഫിൽ നിന്നുള്ള കുട്ടികൾക്ക് ലഭിച്ചു. ഇത്തവണ കൂടുതൽ കുട്ടികൾ എത്തുന്നു, ഒപ്പം തന്നെ പെൺകുട്ടികൾ കൂടി എത്തുന്നു. അപ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് അവർക്ക് നൽകുന്നത്? ഇല്ല, നമ്മൾ 35 കുട്ടികളാണ് എത്തിയിട്ടുള്ളത്. സോ അവർക്ക് വേണ്ടി സ്റ്റേ, ഹോട്ടൽ, ഇപ്പോൾ മിനിസ്റ്റർ തന്നെ അവരോട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തു, അവരോട് ഇന്ററാക്റ്റും ചെയ്തു. നമ്മുടെ ബിക്കോസ് ഗൾഫിൽ നിന്ന് വരുന്നത് ഒരു നമ്മുടെ സ്പോർട്സിന് വേണ്ടി, ആ ഒരു കോമ്പറ്റീഷൻ വേണ്ടി വരുന്നത് വളരെ ഒരു ഗ്രേറ്റ് തിങ് ആണ്. അത് വെൽക്കം ചെയ്യേണ്ടതാണ്. ഗൾഫിൽ നിന്നെത്തിയ കുട്ടികളുടെ ഒരു അധ്യാപിക കൂടി നമുക്ക് ടീച്ചറുണ്ട്. ടീച്ചറെ, ഇപ്പം 35 കുട്ടികളാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഇവന്റുകളിലാണ് ഇവർ മത്സരിക്കുന്നത്? ബോയ്സ് ബാഡ്മിന്റൺ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, അത്ലറ്റിക്സ്, ഗേൾസ് ഷോട്ട് പുട്ട്. മാത്രമല്ല, ടീച്ചറാണ് മന്ത്രിയോട് ഒരു കാര്യം ചോദിച്ചത്, അതായത് കലോത്സവത്തിന് കൂടി പങ്കെടുക്കണം. അപ്പോൾ അത്രമൊരു ആഗ്രഹങ്ങൾ കുട്ടികൾ അവിടെ പ്രകടിപ്പിക്കാറുണ്ടോ? പ്രത്യേകിച്ച് ഉണ്ട്, കാരണം പാട്ട് പാടാൻ കഴിവുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കും കൂടെ ഒരു ചാൻസ്. നമ്മൾ പണ്ട് അറ്റൻഡ് ചെയ്ത യൂത്ത് ഫെസ്റ്റിവലിന്റെ മെമ്മറീസ് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ട്. ഞാനൊക്കെ ഇവിടെ ജനിച്ചതല്ലേ, അപ്പോൾ അത് ആ കുട്ടികൾക്ക് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഏതൊക്കെ ഇനത്തിലാണ് പങ്കെടുക്കുന്നത്? ഫുട്ബോൾ മാത്രം. ആദ്യമായിട്ടാണോ? അതോ കഴിഞ്ഞ വർഷം വന്നു? അപ്പൊ ഇത്തവണ കിരീടം നേടുക എന്ന ലക്ഷ്യം തന്നെയാണ്. ഇൻഷാല്ലാ എടുക്കണം. ഈ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മേളയിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നോ? ആഗ്രഹിച്ചിരുന്നു. കുറെ കഴിഞ്ഞ വർഷം ബോയ്സ് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ കുറെ ആഗ്രഹിച്ചിരുന്നു ഗേൾസിനും പോകാൻ പറ്റുന്ന ഒരു അവസരം കിട്ടുമായിരുന്നു. ഇപ്രാവശ്യം കിട്ടുമ്പോൾ വളരെ ഷെയ്ക്ക തമന്ന. ഷോർട്ട് പുട്ട് മാത്രമേ, ഷോർട്ട് പുട്ട് അണ്ടർ 19 കാറ്റഗറി. കായികവേദിയിൽ നിന്നും സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1.